കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ രണ്ടു പേർക്കെതിരെ കൊടുത്ത കേസിന്റെ പുറകെയായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പേര് മുഹമ്മദ് സനൂഫ്. കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ മുഹമ്മദ് സനൂഫ് എന്ന വ്യക്തി വളരെ മോശമായിട്ട് നമുക്ക് കണ്ട നല്ല അടി കൊടുക്കാൻ തോന്നുന്ന രീതിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നമ്മൾ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പോസ്റ്റ് ഞാൻ ഇട്ട പോസ്റ്റിനടിയിലും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന കുറേ മെസ്സേജുകളാണ് ഇങ്ങനെ ഒരു ആൾ ശരിക്കും ഉണ്ടോ, അല്ലെങ്കിൽ ഇവനെ പറ്റിയിട്ട് എന്താണ് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്, ഇവനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടോ, ഇവനെതിരെ കേസ് എടുത്തിട്ടുണ്ടോ, ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തതെന്ന് വെച്ചാൽ ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്റെ വീട് മലപ്പുറത്താണ്. ഇവൻ നിലവിൽ ഇപ്പോൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ മുട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഇവനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവനെ തപ്പി മലപ്പുറത്ത് പോവുകയും ഇവന്റെ വീട്ടിൽ ചെല്ലുകയും ഇവനെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു. വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള ഒരാളാണ് ഇവനെ കുടുംബത്തിന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ കടം വാങ്ങിച്ചാണ് സൗദിക്ക് പറഞ്ഞിട്ടത്. ഇവര് കുടുംബപരമായിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന അറിവ്. പക്ഷേ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പബ്ലിക് കമന്റ് ഒരിക്കലും വരില്ല. സെക്ഷൻ 197, സെക്ഷൻ 196 എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇവനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ ഇല്ലാന്ന് വരുത്തി തീർക്കാനാണ് സോഷ്യൽ മീഡിയയിൽ പല സുഡാപ്പികളും ശ്രമിക്കുന്നത്. ഇതുപോലുള്ള കുറെ കമന്റ്സ് എന്റെ പല പോസ്റ്റുകൾക്കിടയിൽ ഞാൻ കണ്ടിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അവൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരുന്നു. കമന്റ് വൈറലായെന്ന് അറിഞ്ഞപ്പോൾ ഈ ആശാൻ ആദ്യം അവന്റെ ഐഡിയിൽ കിടന്ന എല്ലാ ഫോട്ടോസും അങ്ങ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം അവൻ ഐഡിയെ ഡിലീറ്റ് ചെയ്തു. ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ പോലീസുകാർ ഇവനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതും കലാപാഹ്വാനത്തിനുമാണ് കേസ് വന്നിരിക്കുന്നത്. ഏകദേശം 3 വർഷം വരെ തടവും പിഴവും കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത സമയത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു കേസിന് വേണ്ടി പ്രവർത്തിക്കുകയും നിരന്തരമായിട്ട് ഇതിനുവേണ്ടി ഫോളോ അപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ള മുട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഈ കേസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇവന് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിശ്വാസം. ഇവനെ പോലെ വേറൊരുത്തിനും കൂടിയുണ്ട്, പക്ഷെ അവൻ ഇത്തിരി കൂടിയാണ്. അവനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ പറയാം.